എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ഡെഡ് പോൾ ആൻഡ് വോൾവറൈൻ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്നേഹമുള്ള സുഹൃത്തിനെ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു കേട്ടോ. എന്നെ ഒരു വലിയ ആപത്തിലേക്ക് തള്ളി വിട്ടിട്ട് രായന് കയറിയ കഷ്മളനാണ് ഈ ഇരിക്കുന്നത്. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഡെഡ് പോൾ വോൾവറൈന് ഞാൻ വരൂല. കാരണം ഞാൻ അങ്ങനത്തെ ഐറ്റം സിനിമകൾ ഞാൻ കാണാറില്ല. ഞാനോ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ വല്ലപ്പോഴും ആ വഴിക്ക് ആ യൂണിവേഴ്സിൽ കയറിയെങ്കിലായി. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കാണണ്ടേ? എനിക്ക് പറയട്ടെ, ഞാനും അതാണ് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. നീ ഈ സിനിമയ്ക്ക് എന്ത് റിവ്യൂ ആണ് പറയാൻ പോണെന്ന്. ദൈവമേ, തുടങ്ങല്ലേ? തുടങ്ങാം. എന്തായാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, അതായത് ഈ യൂണിവേഴ്സിൽ വല്ലപ്പോഴും കയറുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ റിവ്യൂ. അതിൻ്റെതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ മാപ്പ് ചോദിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ നിനക്ക് റിവ്യൂ എടുക്കണം. പിന്നെ തീർച്ചയായിട്ടും കേൾക്കാൻ വെയിറ്റിംഗിലാണ്. അതായത് ഒരു ചുവപ്പ് കുപ്പായിട്ടൊരു ചങ്ങായി, ഒരു മഞ്ഞ കുപ്പായിട്ടൊരു ചങ്ങായി, ഇങ്ങനെ ഒരുമിച്ച് വരും. എന്നിട്ട് ഒരു രണ്ടാളും സുഹൃത്തുക്കളെ പോലെ തോന്നും നമുക്ക്. എന്നിട്ട് അവർ തമ്മിൽ തരുന്നതും പിന്നെ അതിനുശേഷം അവരുടെ യൂണിവേഴ്സ് കറക്റ്റ് ചെയ്യുന്നതാണ്. ഒരാള് കൈൻ്റെ ഇവിടുന്ന് ഒരു ഇരുമ്പങ്ങനെ വരുന്നതാണ്. ഒരു 3 എണ്ണം എന്നിട്ട് ഇങ്ങനെ കുത്തി. സൂപ്പർ റിവ്യൂ. ഓക്കെ, എന്തായാലും ഇനി ശരിക്കും റിവ്യൂയിലേക്ക് വരാം. അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നാലും വരാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. എന്നാലും ഞാൻ കുറച്ചുകൂടി ബുദ്ധിപൂർവ്വമായിട്ട് പറയാം. ഇനി ഞാൻ ഒന്ന് കൊളാക്കലിയായിട്ട് സംസാരിക്കാം. എന്തായാലും കൊളാക്കാതിരുന്നാൽ മതിയാണ്. എന്തായാലും ആങ്കർ ബീയിങ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. പുതിയൊരു കൺസെപ്റ്റാണ്. ഓക്കെ, എന്തായാലും സിനിമ തുടങ്ങുന്നത് തന്നെ ടൈറ്റിലിങ്ങിലാണല്ലോ. ഇതിൻ്റെ ടൈറ്റിലിംഗ് ആണ് ആദ്യം എടുത്ത് പറയേണ്ടത്. ഒരു ഗംഭീര ടൈറ്റിലിംഗ് ആയിരുന്നു, ഒരു 1.5 ടൈറ്റിലിംഗ്. ശരിക്കും എനിക്ക് ആ ടൈറ്റിലിംഗ് കണ്ടു കഴിഞ്ഞപ്പോഴേ പൈസ കൊടുത്തതിനുള്ള മുതലായി എന്ന് തോന്നി. മാത്രമല്ല, ഞാൻ കണ്ടത് 3D ആണ്. ടൈറ്റിലിംഗ് ഗംഭീരം, വേറെ ലെവൽ ടൈറ്റിലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഡ് പോളിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഡെഡ് പോൾ ആണല്ലോ നമ്മുടെ മാർവൽസിൻ്റെ ജീസസ്. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ ആൾ പറയുന്നത് പോലുണ്ട്. എന്തായാലും മാർവൽസിൻ്റെ ആരാധകർക്കുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഫിലിം എനിക്ക് തോന്നിയത്. കാരണം അത്രത്തോളം ഗൂസ് ബം ഫീലുള്ള ഒരുപാട് സീനുകളും നിമിഷങ്ങളുള്ള ഒരു ഗംഭീര സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ടോട്ടലി എല്ലാം കൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കിതിലൊരു, അതായത് ഈ യൂണിവേഴ്സിൽ റയറായിട്ട് കയറുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ കേട്ടോ, അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും ബോറടിച്ചിട്ടില്ല. മാത്രമല്ല ഫുൾ ഫണ്ണായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഈ സിനിമ. അതായത് ഡെഡ് പോളിൻ്റെ പൂന്തുവിളയാട്ടം, തുറന്ന കോമഡി, നല്ല തെറിയൊക്കെ ഉണ്ടേ. അതായത് വേറെ രീതിയിലുള്ള സാധനം. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന നല്ല വയലൻസ് ഉണ്ട്. അത് മാത്രമല്ല അതിന് സർട്ടിഫിക്കറ്റ് കാരണം നല്ല ഡയലോഗ്, അമ്മാതിരി ഡയലോഗാണ്. അതെ, എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. പിന്നെ സിനിമയിൽ ഒരുപാട് കാമിയോസ് ഉണ്ട്. കാമിയോസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ത്രില്ലാണ്. പിന്നെ ചിലരെ, വളരെ അപൂർവമായിട്ടുള്ള ചിലരെ എനിക്ക് മനസ്സിലായിട്ടില്ല. തിയേറ്ററിൽ ഉണ്ടാകുന്ന ഓളം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഏതോ സീരീസിലെ ഏറ്റവും വലിയ ആരോ ആണെന്ന്. ഇവരൊക്കെ വലിയ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ കഥാപാത്രമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അങ്ങനെ ചിലതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ചിലത് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഉള്ളത് പറയണമല്ലോ. പക്ഷെ നമുക്ക് ഭയങ്കര ത്രില്ല് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ യൂണിവേഴ്സിൽ ഇവരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വരുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവറൈനെ പോയി കാണുന്നതും അതിനുശേഷം വോൾവറൈനെ കൂടെ കൂട്ടുന്നതുമാണ്. ആ സമയങ്ങളിൽ വോൾവറൈൻ്റെ പല വേർഷൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഡെഡ് പോളിൻ്റെ പല വേർഷൻസ് ഉണ്ട്. അതൊരു കൂമ്പോരം, എൻ്റെ അമ്മോ. മാത്രമല്ല എന്തൊരു രസമാണെന്നറിയോ. അത് എന്താ വയലൻസ്, ആ സമയങ്ങളിലുള്ള ഫൈറ്റ് രംഗങ്ങളും ഒക്കെ, ആക്ഷൻ രംഗങ്ങളൊക്കെ വേറെ ലെവലാട്ടോ. അത് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ കൂടെ ഈ കോമഡി കൂടി വരുമ്പോഴേ എനിക്ക് ഡെഡ് പോളിനെ വല്ലപ്പോഴും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഹായ് ബൈ ബന്ധേ ഞങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ ഇത്ര കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
ഡെഡ്പോൾ ഞാനേ ആ ക്യാരക്ടറിനോടുള്ള ഒരു വില കളയല്ലേ നീ, സത്യമായിട്ടാ. തമ്മിലുള്ളൊരു വേഗം പറഞ്ഞിട്ട് അതിനോടൊരു റെസ്പെക്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നി ഇങ്ങനെ വരികയായിരുന്നു. അല്ല എനിക്ക് അല്ല ഞാൻ എന്താ വല്ലപ്പോഴും ഇങ്ങനെ കണ്ട് ഇങ്ങനെ പരിചയമുണ്ട് എന്നല്ലാതെ അതായത് ആളുടെ ഫുൾ ഡെഡ്പോളിന്റെ ഒരു പക്ക ഫുൾ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ ക്യാരക്ടർ ഇങ്ങനെ ഇത്രയും ത്രില്ലിംഗ് ആണല്ലേ എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ ഓക്കെ വോൾവറൈൻ പിന്നെ നമ്മുടെ എക്സ്പാൻ കണ്ട് അത് പിന്നെ ഒരുപാട് കണ്ടതാണ്, പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇതിൽ വേറെ കാര്യമുണ്ട്. അതായത് ഒന്ന് ഡെഡ്പോൾ സ്വന്തം പറയുന്നുണ്ട് എന്ത് ജീസസ് ആണെന്ന്, അത് മാത്രമല്ല പ്രൈം ആണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഡെഡ്പോൾ പ്രൈം ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെഡ്പോൾ അങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്, ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ത്രില്ല് കിട്ടുന്നുണ്ട്. പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് സീൻസ് ഇവർ തമ്മിലുള്ള, അത് ഒരുമിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തമ്മിൽ തല്ലുന്നുണ്ട്. അത് ഭീകരമാണ്. അത് ഫണ്ണ് ചേർത്തിട്ടാണ് ഇതിന്റെ ഫൈറ്റ് രംഗങ്ങളൊക്കെ. അതൊക്കെ ഭയങ്കര രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. 3D കണ്ടിട്ട് എങ്ങനെയുണ്ട് അത് പറ. 3D കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും കിട്ടാറില്ല. അത് പിന്നെ എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. അത് 3D ഇവിടെ വരുന്ന സിനിമകൾ എല്ലാം അത് ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മുടെ തിയേറ്ററിന്റെ പ്രശ്നം കൊണ്ട്. അതെ, പക്ഷേ 3D എക്സ്പീരിയൻസ് ഭീകരം തന്നെയായിരുന്നു. ഓക്കെ, എന്താണെങ്കിലും സിനിമ കൊള്ളാം. സിനിമ സൂപ്പറാ. കൊള്ളാന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പറാണ്. അല്ല, നിന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ കൊള്ളാന്നാണല്ലോ പറയേണ്ടത്. ഫുള്ള് കൂടുതൽ അറിയില്ലല്ലോ ഇതിനെ കുറിച്ച്, അതുകൊണ്ട്. അതെ അതെ. അല്ല, എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോ ഇങ്ങനെ കാണുന്നു, അതായത് നമുക്ക് ഇതിന്റെ ഫണ്ണായിട്ടുള്ള ഒരുപാട് സീനുകൾ, അതായത് ത്രൂ ഔട്ട് കോമഡി, പിന്നെ നല്ല ആക്ഷൻ രംഗങ്ങൾ, കാര്യങ്ങൾ, പിന്നെ നല്ലൊരു ക്ലൈമാക്സ്, പിന്നെ വില്ലത്തി, നല്ല പവർഫുൾ വില്ലത്തിയാണ്. പിന്നെ അതിന്റെ ലാസ്റ്റ് എഴുതി കാണിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സാധനം വരുന്നുണ്ട്. അതിലൂടെ സംതൃപ്തി കിട്ടി. എന്തായാലും എനിക്ക് തോന്നുന്നത് MCUലേക്ക് ഫാന്റാസ്റ്റിക് ഫോർ പിന്നെ നമ്മുടെ വോൾവറൈൻ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള പരിപാടി ഉണ്ടാവും തോന്നുന്നു. ഹൾക്കിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ ചേർന്ന് നിന്നാൽ സൂപ്പർ ആയിരിക്കും. അതിനുള്ള പവർ കാണിച്ചിട്ടുണ്ടാവൂലേ. എന്താണെങ്കിലും കണ്ടിട്ട് വന്ന് ത്രില്ലടിച്ചിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലടിയ ഒരു സീനുണ്ട്. അതായത് ഈ യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞ് അങ്ങോട്ട് അയക്കണം എന്നുള്ള രീതിയിൽ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മുടെ അവഞ്ചേഴ്സിലെ കുറച്ച് കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോ ഹാപ്പി. എന്താണെങ്കിലും പടം നല്ല പടമാണെന്ന് തന്നെയാണ് അച്ഛൻ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞത് തന്നെ കേട്ടോ, സൂപ്പർ സിനിമയാണെന്നാണ് പറഞ്ഞത്. തോറ് കരയോന്നൊക്കെ ഏതായാലും സംഭവം അപ്പൊ നല്ല സിനിമ തന്നെയാണെന്നാണല്ലോ ഫുൾ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും പോയിട്ട് എല്ലാവരും കാണാൻ, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി ഒരു ഹായ് ബൈ ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. എപ്പോഴും ഞാനും ഏതാണ്ടൊക്കെ ഒരേ വേവ് ലെങ്ത്തിൽ ഞങ്ങൾ ഒരേ യൂണിവേഴ്സിലേക്ക് സഞ്ചരിച്ച് ഇനി വെയിറ്റിംഗിലായിരിക്കും. പല ചെറ്റകളെ ഇല്ലാതാക്കുകയും പല പാവപ്പെട്ടവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്യും ഞങ്ങൾ. പക്ഷെ വെറുപ്പിക്കും ഇതുപോലെ. അത് ഡെഡ്പോളും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വെറുപ്പിക്കല്ല കാര്യത്തില്. എന്താണെങ്കിലും എല്ലാരും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാ. പോവല്ലേ? സന്തോഷമായില്ലേ? എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ? ഭയങ്കര. ഇത് ഞാനല്ല പറയേണ്ടത്, ഇത് ജനങ്ങൾ പറയും. അപ്പൊ എന്തായാലും പോട്ടെ. വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.